നമസ്കാരം. ഏറ്റവും അധികം ആളുകളിൽ കണ്ടുവരുന്ന രോഗങ്ങളിൽ ഒന്നാണ് തൈറോയ്ഡ് രോഗം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം കൂടുന്നതും കുറയുന്നതും തൈറോയ്ഡ് രോഗത്തിന് കാരണമാവാം. എന്നാൽ ഹഷിമോട്ടോ തൈറോയിഡിറ്റീസ് ഉള്ളവരിലും തൈറോയ്ഡ് രോഗം കണ്ടുവരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഹഷിമോട്ടോസ് തൈറോയിഡിറ്റീസ്. ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതുമൂലം ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഹഷിമോട്ടോ തൈറോയിഡിറ്റീസ്. ജനിതക ഘടകങ്ങൾ, മാനസിക സമ്മർദ്ദം, റേഡിയേഷൻ എന്നിവയെല്ലാം ഇതിന് കാരണമാവാറുണ്ട്. ഇത് മിക്കവാറും മധ്യവയസ്കരിലാണ് കണ്ടുവരുന്നത്. ഇത് ഉള്ളവരിൽ അമിതമായ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അകാരണമായി തളർച്ച, ക്ഷീണം എന്നിവയും ഉണ്ടാകാം. ഈ രോഗാവസ്ഥ ഉള്ളവർക്ക് ഉറക്കക്ഷീണം കൂടുതലായിരിക്കും. എത്ര ഉറങ്ങിയാലും ക്ഷീണം അനുഭവപ്പെടാം. കൂടാതെ ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. ചെറിയ തണുപ്പ് തട്ടുമ്പോൾ തന്നെ അസുഖങ്ങളും ഉണ്ടാകാം. കൂടാതെ മലബന്ധം, വരണ്ട ചർമ്മം, നഖം പൊട്ടൽ, നാവിന് വലിപ്പം കൂടുന്ന അവസ്ഥ, സന്ധിവേദന, പേശിവേദന, തൈറോയ്ഡ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.